കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഹെൽത്തിയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമ്മളിതൊക്കെ ഈ സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. തന്നെ അതേ ഒരു പാൻ അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് കുറച്ച് കട്ട പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നേന്ത്രപ്പഴം ചെറിയ പീസാക്കിയിട്ട് ചെറുതായിട്ട് പീസാക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ചെറിയ പീസാക്കാൻ പറ്റുന്നത് അത്രയും ചെറുതിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ നെയ്യിലൊന്ന് വാട്ടിയിരിക്കണം കേട്ടോ. നല്ലോണം പഴുത്ത പഴം വേണം കേട്ടോ. നമ്മൾ ഇടത്തരം പഴം ഈ പലഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ എടുക്കരുത് കേട്ടോ. നല്ലോണം പഴുത്ത പഴം എടുക്കണം. ചെറിയ പഴുപ്പൊക്കെ ആണെങ്കിൽ തന്നെ ഒരു പുളി ഉണ്ടാവും. അപ്പോൾ നല്ലോണം പഴുത്ത പഴമാണ് കേട്ടോ ഈ പലഹാരം ഉണ്ടാക്കാൻ ബെസ്റ്റ്. അപ്പോൾ ഞാൻ പഴം നെയ്യിലൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടി പരിപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തന്നെയാണ് കേട്ടോ പീനട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഈ പലഹാരത്തിലൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് വറുത്തിട്ടുള്ള പീനട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവാനും ഈ നെയ്യിലൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നെയ്യിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമുക്ക് പഴം കപ്പലണ്ടി നെയ്യിൽ മൂത്ത് വരുമ്പോൾ 1 കപ്പ് ശർക്കര ഉരുക്കിയത് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. 2 ഏലക്കായ ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഒരു 1/2 കപ്പ് നാളികേരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. നന്നായി ശർക്കരപ്പാനിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്ന ശർക്കരപ്പാനിക്ക് ഞാൻ 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാച്ചാലും സാരില്ല. ഇപ്പം തീ സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. കൂട്ടിയിടാൻ പാടില്ല. സിമ്മിലിട്ട് വയ്ക്കണം കേട്ടോ. ഈ റവ ഒന്ന് വേവട്ടെ. ഒപ്പം തന്നെ ഞാനൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആ ഗോതമ്പ് പൊടി ശർക്കരപ്പാനിയിലും എല്ലാത്തിലും ജോയിൻ്റ് ആവണ വരെ നന്നായി തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനിയിലും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഗോതമ്പ് പൊടി കൂടിയിട്ട് മിക്സ് ആയിക്കോളൂ കേട്ടോ. കണ്ടില്ലേ, ഒട്ടും അങ്ങനെ എന്താ പറയുക എല്ലാം കൂടി ചേർന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗോതമ്പ് പൊടി ചൂടാവലും അത്ര തന്നെ കേട്ടോ. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പാകം വന്നിട്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമുക്ക് പാകം. കണ്ട, നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കണമെങ്കിൽ ഒഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഒഴിക്കാൻ. കണ്ട, അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടിയൊക്കെ ഇങ്ങനെ കിടന്ന് നമുക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പലഹാരം സെറ്റായിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ച് ഹെൽത്തിയും കൂടി ആയല്ലോ. ഇത് കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നാൽ വേഗം തന്നെ മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതാകെ റവയും ഗോതമ്പായ കാരണം ആകെ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന പാകത്തിനായി. അപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഈ മാവ് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം സോഫ്റ്റ് ആവണ പോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഗോതമ്പ് പൊടിയും റവയും അല്ലേ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ പിടിക്കുമ്പോൾ തന്നെ നെയ്യൊക്കെ കൂടി ചേർന്ന കാരണം തന്നെ നന്നായി തന്നെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇലയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു നാക്കല എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുറച്ച് നെയ്യൊന്ന് വെച്ചിട്ട് നമ്മളെടുത്തത് നമുക്ക് 2 ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അട പരത്തണ പോലെയല്ല വേവിക്കുന്നത്. ഇപ്പോൾ ഒരു വെറൈറ്റിക്കായിട്ട് നമ്മളിത് ഇങ്ങനെ 2 സെക്ഷൻ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇല അങ്ങനെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇല ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ട ഈ നെയ്യും ഇതിലൊക്കെ കൂടി ആകുമ്പോൾ ഒന്നും കൂടി നമ്മൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇലയിൽ നെയ്യ് പരത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഇല ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ മിഠായിയുടെയൊക്കെ പാകം വരില്ലേ അതേപോലെ ഒന്ന് ജസ്റ്റ് സിമ്പിളാണ് കേട്ടോ. അത് നല്ലോണം ഇലയുടെ ഒരു മണം കൂടി ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഇലയൊന്നും കീറില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് 2 സൈഡും മറ്റേ
വാഴനാരില്ലേ, ഈ വാഴയിലയുടെ നാര് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ നമ്മളിത് ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ആവി കയറ്റാൻ പോണത്. അപ്പോൾ ദേ ഇതൊക്കെ നന്നായിട്ട് രണ്ട് ഭാഗവും ഇപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ ഇപ്രാവശ്യം ഇത് വേവിച്ചെടുക്കണത്. അപ്പോൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ കെട്ടിക്കൊടുക്കും. ഈ ഭാഗം കെട്ടിയെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗവും ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതാ കണ്ട ഇലയൊന്നും കീറില്ല കേട്ടോ നമ്മൾ വാട്ടിയ കാരണം തന്നെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിഠായിക്ക് ഇങ്ങനെ പിരിക്കുന്ന പോലത്തെ അതില്ലേ, അതേപോലെ റോൾ ചെയ്തിട്ട് ഈ വാഴനാര് കൊണ്ടൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പ് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ രണ്ടും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ രണ്ട് ഇതിൽ വാഴയിലയിൽ ഞാൻ അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാൻ വെക്കാം കേട്ടോ. ആ ചൂടായ ഇഡ്ഡലി ചെമ്പിലേക്ക് നമ്മൾ മുകളിലത്തെ തട്ടിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ നന്നായി തന്നെ പാനിലിട്ട് വാട്ടിയെടുത്തതല്ലേ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത്. ഇലയിൽ തന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്ത കാരണം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓരോന്നും ഇങ്ങനെ അഴിച്ചു നോക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇലയിൽ പരത്തണ പോലെ പരത്തി കഴിക്കുന്നവർക്ക് കഴിക്കാം. ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവില്ല. ഇതുപോലെയൊക്കെ ഒന്ന് കാണുമ്പോൾ അവർക്ക് കഴിക്കാനുള്ളൊരു മടി പോവും കേട്ടോ. ചില കുട്ടികൾക്ക് ഈ ഗോതമ്പ് പൊടിയും പഴവും ഒക്കെ കഴിക്കാനുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് നമുക്കൊന്ന് അഴിച്ചെടുക്കാം കേട്ടോ. അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ട ഒരു പീസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം കേട്ടോ. പിന്നെ നമ്മൾ ഈ വാഴയിലയിൽ നെയ്യും ഇതൊക്കെ പരത്തിയ കാരണം തന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പീനട്ടും നിങ്ങൾക്ക് മറ്റേ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.